ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ പറയാറില്ലേ? എപ്പോഴും നമ്മളിങ്ങനെ പറയാറ് വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ വ്യാകുലപ്പെടുന്നുണ്ടാകും. അവരുടെ അടുത്ത് പറയാം, ഈ നിസ്സാര കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ വിഷമിക്കാതെ എന്ന്. അതിന് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. Hello everyone, this is Nishad Ahmed from Brett's English Academy, Kochi. Every day you learn a new sentence with me to build a fluency faster. ഇംഗ്ലീഷിൽ ഫ്ലുവൻസിക്ക് വൊക്കാബുലറി അത്യാവശ്യമാണ്. എന്നാൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ പഠിച്ചു വെക്കരുത്, സെൻറ്റൻസുകളും ഫ്രേസുകളും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 48 വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗോ ബാക്ക് ആൻഡ് വാച്ച് ദം, യു വിൽ ഫൈൻഡ് ദം പ്രെറ്റി ഹെൽപ്ഫുൾ, ഐ എം ഷുവർ. ഓൾറൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ എന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം തന്നെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്താണ് പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ അത് ചുമ്മാ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കും, അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കും. പക്ഷേ അത് തലയിൽ കയറണമെന്നില്ല. എന്നാൽ ഈ ആക്ഷനുമായി ലിങ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റില്ലാത്ത കോൺഫിഡൻ്റായി സംസാരിക്കാൻ വേണ്ട എല്ലാ എലമെൻറ്റ്സും നമ്മൾ ഈ രീതിയിലാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ, കം ഓൺ, ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ്. ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ്. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ. ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ്, ബി പോസിറ്റീവ്. ഓൾറൈറ്റ്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുന്ന എപ്പോഴാണ്? അത് ഉപയോഗിച്ചാൽ മാത്രമാണ്, അല്ലേ? അത് ഉപയോഗിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ഡോണ്ട് സ്റ്റഫ് ദ സ്മോൾ സ്റ്റഫ് എന്നുള്ളത് കമൻ്റായിട്ട് ഇടുക. അത് നിങ്ങൾ പഠിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമർ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ എല്ലാം തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഈ രീതിയിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മുടെ 3-day റെസിഡൻഷ്യൽ ക്യാമ്പ്, പുതിയ റെസിഡൻഷ്യൽ ക്യാമ്പ്, 129ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഈ വരുന്ന നവംബർ 14 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലാണ്. ഞാനുണ്ടാകും. രാവിലെ 5 മണിക്ക് എണീറ്റ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തെറ്റില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ട കോമ്പറ്റൻസി നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ല, റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ ലൈവ് വീഡിയോ ക്ലാസ്സുള്ള പ്രോഗ്രാംസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ ടുമോറോ. ബൈ.